ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോൾഡൻ ലീഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സൂപ്പർ ടേസ്റ്റിലുള്ള ഡബിൾ ബൂസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് ഡബിൾ ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 25 ഗ്രാം അളവിൽ കാഷ്യൂ നട്ട് ചേർത്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാൻ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡേറ്റ്സ് ആണ്. ഞാനിപ്പോൾ ഒരു 4 ഡേറ്റ്സ് ഇതുപോലെ കുരു കളഞ്ഞു വെച്ചിട്ടുണ്ട്. മാക്സിമം 4 ചേർക്കാവുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ ഡേറ്റ്സ് ഇതിലേക്ക് ചേർക്കരുത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. അപ്പം നിങ്ങൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക. പഴം ഒരിക്കലും നിങ്ങൾ ഡബിൾ ബൂസ്റ്റിലേക്ക് ചേർക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് അടിച്ചിട്ട് വരാം. ഇപ്പൊ കണ്ടില്ലേ, ഇതൊന്നും അടിച്ചെടുത്തിട്ടുണ്ട്. എന്തിനാ നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ചില മിക്സിക്കകത്ത് ഇതെല്ലാം കൂടെ അടിഞ്ഞു വരത്തില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇതിനൊന്ന് അടിച്ചെടുത്തേക്കുന്നത്. അല്ല, ചിലപ്പോൾ കട്ടയായിട്ട് കിടക്കും. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്തിട്ട് കൊടുക്കാം. 1 ലിറ്ററിന്റെ ഒരു പാല് നന്നായിട്ട് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ കട്ടയാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതിനൊന്ന് അടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, പാലിൽ ഞാൻ അന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ബൂസ്റ്റ് ആണ് ചേർക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ 5 രൂപയുടെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ പാക്കറ്റ് ആയിട്ടല്ല മേടിക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുപ്പിക്കകത്ത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തേക്കുക. ബൂസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് ഇതിന് ചേർക്കണം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഒരു ക്രീമി പരുവത്തിൽ വേണം ഇതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ല, നമ്മുടെ ഡബിൾ ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് റെഡി ആയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ അടിച്ചെടുക്കാൻ. ഒരുപാട് സമയം ഇട്ട് അടിച്ചിട്ട് ഇതിനെ വെള്ളം പോലെ ആക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കണം. അപ്പോഴാണ് കുടിക്കുമ്പോൾ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിനെ ഗ്ലാസ്സിലേക്ക് മാറ്റാം. കണ്ടില്ല, നല്ല തിക്കായിട്ട് നമ്മുടെ ഡബിൾ ബൂസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.